നമസ്കാരം. കൊച്ചി രാജ്യത്തെ മഹാക്ഷേത്രമായിരുന്ന ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ തച്ചുടൈക്കൈമളുടെ അധികാര അവകാശങ്ങളെ സംബന്ധിച്ച വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത്. കൈമൾ എന്ന വാക്കിന് കോയ്മ ആളുന്നവൻ അഥവാ നാടുവാഴി എന്നാണ് അർത്ഥം. ആത്മീയവും ഭൗതികവുമായി അധികാരത്തോടുകൂടി ക്ഷേത്രവും അതിനോട് ചേർന്ന നാടും ഭരിച്ചിരുന്നവരായിരുന്നു കൈമൾമാർ. പ്രാചീനമായ പല മഹാക്ഷേത്രങ്ങളും മറ്റും കൈമൾമാരുടെ ഭരണത്തിൻ കീഴിലായിരുന്നു. പെരുമ്പാവൂരിലെ ഇരിങ്ങോൾക്കാവ് തച്ചകത്ത് കൈമളും, തൃക്കാരൂർ ക്ഷേത്രം ശങ്കരഗോത കൈമളും, വൈക്കം ക്ഷേത്രം കറുകയിൽ കൈമളുമാണ് ഭരണം നടത്തിയിരുന്നത്. അതുപോലെ തന്നെ മേന കൈമൾ കരുനാഗപ്പള്ളിയും, റാന്നി കൈമൾ ആറന്മുളയും, നിരണം വെട്ടി കൈമൾ നിരണത്തും ക്ഷേത്രം ഉൾപ്പെട്ട നാടുകളുടെ ഉടമകളായിരുന്നു. ഇരിങ്ങാലക്കുട തച്ചുടൈ കൈമൾക്ക് സിദ്ധിച്ചിരുന്ന അധികാര അവകാശങ്ങളും പദവികളും ഒരു ക്ഷേത്ര ഭരണാധികാരിക്ക് ഉള്ളതിലും എത്രയോ വലുതായിരുന്നു. ഒരു മഹാരാജാവിൻ്റെ അധികാരത്തേക്കാൾ വലിയ സ്ഥാനമാണ് തച്ചുടൈ കൈമൾക്ക് ഉണ്ടായിരുന്നത്. ആഴ്വാഞ്ചേരി തമ്പ്രാക്കന്മാരാണ് ഇവരുടെ ജാതക അവരോധം നടത്തുന്നത്. മുന്നിലും പിന്നിലും അമ്പലവാസികൾ കുത്തുവിളക്ക് പിടിക്കും. ശംഖ് വിളിക്കുക ആറുനാട്ടിൽ പ്രഭുക്കന്മാരാണ്. കൊച്ചി രാജാവ് പല്ലക്കിൻ്റെ തലക്കൽ പിടിക്കുന്ന അകമ്പടി സേവകൻ മാത്രമായിരുന്നു. നമ്പൂതിരിമാർ പല്ലക്കിൽ കൈവച്ച് കൂടെ നടക്കണം. ഈ പ്രവൃത്തികളെല്ലാം കാലങ്ങളോളം കീഴ്വഴക്കമായി നടന്നു പോന്നിരുന്നതാണ്. കൊല്ലവർഷം 983 തച്ചുടൈ കൈമൾ അവരോധ വേളയിൽ കൊച്ചി രാജാവ് പങ്കെടുത്തിരുന്നതായി ദേവസ്വം ഗ്രന്ഥവരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദേവസ്വം സങ്കേതത്തിൽ കൈമൾക്കായിരുന്നു പൂർണ്ണ അധികാര അവകാശങ്ങൾ ഉണ്ടായിരുന്നത്. സ്ഥാനമേൽക്കുന്ന തച്ചുടൈ കൈമൾ മാണിക്യൻ കേരളൻ എന്ന ബിരുദം സ്വീകരിച്ചിരുന്നു. മാണിക്യക്കല്ല് ബിംബത്തോട് ഒട്ടിച്ചേർന്നു എന്ന ഐതിഹ്യത്തിനും എത്രയോ മുൻപ് തന്നെ തച്ചുടൈ കൈമൾ എന്ന സ്ഥാനം പ്രാബല്യത്തിലുണ്ടായിരുന്നു. ദേവസ്വം സങ്കേതത്തിൽ യാഗം നടത്തിക്കുവാനുള്ള പൂർണ്ണ അവകാശവും കൈമൾക്കായിരുന്നു. തച്ചുടൈ കൈമളെ നിയമിക്കുവാനുള്ള അധികാരം തിരുവിതാംകൂർ രാജാവിൽ ലയിക്കുന്നതിന് മുൻപ് അത് 4 പ്രത്യേക കുടുംബക്കാർക്കാണ് ഉണ്ടായിരുന്നത്. ഇവരുടെ ശാഖകൾ പിൽക്കാലത്ത് തിരുവനന്തപുരം, കൊല്ലം, ചിറയൻകീഴ്, കാർത്തികപ്പള്ളി ഇങ്ങനെ വിവിധ ദിക്കുകളിലായി ചിഹ്നിച്ചിതറി. ഈ കുടുംബക്കാരെല്ലാം നാടുവാഴി അല്ലെങ്കിൽ പ്രഭു എന്നർത്ഥം വരുന്ന പാനപ്പിള്ള എന്ന ബിരുദം സ്വീകരിച്ചിരുന്നു. നന്ദീശ സംഹിതയിലെ 33-ാം അധ്യായത്തിൽ കൂടൽമാണിക്യ പ്രതിനിധിയായി തച്ചുടൈ കൈമൾ ഉണ്ടെന്നും ആദിരാജനും അതിരാജനുമായ രാജർഷിയാണ് ഇദ്ദേഹമെന്നും രാജാക്കന്മാരും ബ്രാഹ്മണരുമാണ് ഇദ്ദേഹത്തിൻ്റെ പല്ലക്ക് വഹിക്കുന്നതെന്നും കൃത്യമായി പറഞ്ഞിരിക്കുന്നു. കൊച്ചിയും തിരുവിതാംകൂറുമായി കൊല്ലവർഷം 941 ചെയ്ത ഉടമ്പടിയിൽ ഇരിങ്ങാലക്കുട തച്ചുടൈ കൈമൾ സ്ഥാനം തിരുവിതാംകൂറിനാണെന്നും അത് കീഴ്നടപ്പ് പോലെ നടത്തിച്ചു കൊള്ളാമെന്നും വ്യവസ്ഥ ചെയ്യുന്നു. കൊല്ലം 954 അന്നത്തെ കൈമൾ മരിച്ചപ്പോൾ ആ സ്ഥാനത്തേക്ക് മറ്റൊരാളെ നിയമിക്കുവാൻ കൊച്ചി തിരുവിതാംകൂറിനോട് ആവശ്യപ്പെട്ടിരുന്നില്ല. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ തിരുവിതാംകൂറിൻ്റെ അധീശത്വം എങ്ങനെയും നീക്കിക്കിട്ടാൻ കൊച്ചി ഏറെ പരിശ്രമിച്ചിരുന്നു. AD 1807 മുൻപ് 28 കൊല്ലവും 1850 മുതൽ 1881 വരെയുള്ള 31 വർഷവും ഉൾപ്പെടെ 59 വർഷം കൈമൾ സ്ഥാനം ഒഴിഞ്ഞു കിടന്നിട്ടുണ്ട്. ടിപ്പുവിൻ്റെ പടയോട്ടവും അതിനെ തുടർന്നുണ്ടായ അനിശ്ചിതത്വവുമായിരുന്നു ഇതിന് പ്രധാന കാരണം. എന്നാൽ കൊല്ലവർഷം 941 മുൻപ് എത്ര കൈമൾമാർ അവരോധിക്കപ്പെട്ടിട്ടുണ്ടെന്നതിന് വ്യക്തമായ കണക്കുകൾ ലഭ്യമല്ല. AD 1850 കൈമൾ മരിച്ചപ്പോൾ അവരോധം വലിയ തർക്കത്തിലേക്ക് നീങ്ങി. ഇരിങ്ങാലക്കുട ക്ഷേത്രത്തിൽ നിന്നും എങ്ങനെയും തിരുവിതാംകൂറിനെ പുറത്താക്കുക എന്നത് കൊച്ചിക്ക് വാശിയായി. പുതിയ തച്ചുടൈ കൈമളെ അവരോധിക്കുവാൻ കൊച്ചി തിരുവിതാംകൂറിനെ അനുവദിച്ചില്ല. ഒടുവിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തർക്കത്തിൽ ഇടപെടേണ്ടി വന്നു. എന്നാൽ അധികാരം പൂർണ്ണമായും തിരുവിതാംകൂറിനാണെന്ന് കാണിച്ച് 1881 മാർച്ച് 19 കൊച്ചിയുടെ അപ്പീലും തള്ളിക്കൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉത്തരവിടുകയാണുണ്ടായത്. ഒരു കൈമൾ മരണപ്പെട്ടാൽ പുതിയ കൈമളെ അവരോധിക്കുന്നത് ചില ചടങ്ങുകൾക്ക് ശേഷമാണ്.
തേവർ സേവ എന്ന സുപ്രധാന ചടങ്ങ് ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയതിന് ശേഷമാണ് അവരോധം നടത്തുക. ആയതിന് ദിവസം കുറിക്കേണ്ടതും ചിലവ് വഹിക്കേണ്ടതുമെല്ലാം തിരുവിതാംകൂറാണ്. 40 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ചടങ്ങ് നടത്തുക നമ്പൂതിരി ബ്രാഹ്മണരാണ്. ക്ഷേത്രത്തിൽ തേവർ സേവ ആരംഭിച്ചാൽ യോഗക്കാരുടെ ഒരു പ്രതിനിധി സംഘം യോഗത്തിൻ്റെ തിട്ടൂരം വാങ്ങി തിരുവനന്തപുരത്ത് ചെന്ന് തിരുവിതാംകൂർ മഹാരാജാവിനെ മുഖം കാണിക്കുകയും അവരോധിക്കുവാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ജാതകം വാങ്ങി വരികയും ചെയ്യണം. ഇങ്ങനെ പോകുന്ന സംഘത്തിൽ 4 യോഗക്കാർ, 2 ബാല്യക്കാർ ഉൾപ്പെടെ 10 പേരാണ് ഉണ്ടായിരുന്നത്. ജാതക അവരോധത്തെ തുടർന്ന് കൈമൾ അവരോധവും നടക്കുന്നു. ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ, വെള്ളാട്ടുകര രാജാവ്, കവളപ്പാറ നായർ, കോടശ്ശേരി, ചങ്ങരംകോത, ചങ്ങരംകണ്ട, കുന്നത്തേരി എന്നിവിടങ്ങളിലെ കൈമൾമാരും അവരുടെ നേതൃത്വത്തിന് കീഴിൽ അവരോധം നിർബന്ധവുമായിരുന്നു. ഇവരെ പ്രത്യേകം ക്ഷണിച്ചു വരുത്തുകയാണ് പതിവ്. കൂടാതെ 6 നാട്ടിൽ പ്രഭുക്കളിൽ ഒരാളായ വേളോസ നമ്പ്യാരും കൈമൾ അവരോധവേളയിൽ പങ്കെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമായിരുന്നു. പിന്നീട് തച്ചുടെ കൈമളെ തിരുവനന്തപുരത്ത് നിന്ന് എതിരേറ്റുവരുന്ന സംഘത്തിൽ 8 യോഗക്കാരും 13 ക്ഷേത്ര സംബന്ധികളും 2 ബാല്യക്കാരും ഉൾപ്പെടെ 23 പേർ ഉണ്ടായിരിക്കണം. നായന്മാരിൽ നിന്നാണ് അവരോധത്തിനുള്ള ആളെ തിരഞ്ഞെടുക്കുക. അവരോധം കൊണ്ട് ജാതിയിൽ ശൂദ്രനായ ആൾക്ക് ഉത്കൃഷ്ടത സിദ്ധിക്കുമെന്നാണ് വൈപ്പ്. കേരളത്തിൽ ശൂദ്രനെ അവരോധിച്ച് സ്ഥാനിയായി ഉത്കൃഷ്ടത കൽപ്പിക്കുന്നത് ഇരിങ്ങാലക്കുട ക്ഷേത്രത്തിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആളെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ നായരല്ല, കൈമളായാണ് അറിയപ്പെടുന്നത്. തിരുവനന്തപുരം മുതൽ ഇരിങ്ങാലക്കുട വരെയുള്ള തച്ചുടെ കൈമളുടെ യാത്ര അതിൻ്റെ രാജകീയ പദവിയും പ്രൗഢിയും വിളിച്ചറിയിക്കുന്നതാണ്. വൈക്കത്തെത്തിയ ശേഷം അവിടെ നിന്ന് അരൂക്കുറ്റിയിൽ ഇറങ്ങുകയും അവിടെ ദിവാൻ പേഷ്കാർ, പോലീസ് സൂപ്രണ്ട്, തഹസീൽദാർ മുതലായ ഉദ്യോഗസ്ഥരോടും അകമ്പടിക്കാരോടും വാദ്യം, ശംഖുനാദം മുതലായ ആഘോഷങ്ങളോടുകൂടി പുറപ്പെട്ട് പറവൂർ എത്തുകയും അവിടെ നിന്ന് കരൂപ്പടന്ന ഇറങ്ങി നടവരമ്പ് എന്ന സ്ഥലത്തെ കൈമൾമാർക്ക് വിശ്രമിക്കുന്ന കൊട്ടാരമായ തൃപ്പയ്യയിൽ വിശ്രമിച്ച് ഇരിങ്ങാലക്കുടയിൽ എത്തിച്ചേരുകയാണ് പതിവ്. ആഘോഷത്തിൽ പങ്കെടുക്കുന്നവർക്കും മറ്റുമുള്ള എല്ലാ ചിലവും തിരുവിതാംകൂർ സർക്കാർ വഹിക്കണം. കവളപ്പാറ നായർ ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനിലെത്തിയാൽ അദ്ദേഹത്തെ ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ ഒരു ഇരട്ട കുതിരയെ ഏർപ്പാട് ചെയ്യുക പതിവായിരുന്നു. വെള്ളാട്ടുകര രാജാവ് അകമ്പടിക്കാരുമായാണ് എത്താറുള്ളത്. ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെ തൃപ്രയാറിലും ഗുരുവായൂരിലും വെച്ച് സ്വീകരിക്കുവാൻ പ്രത്യേകം സംഘങ്ങളെ നിയോഗിച്ചിരുന്നു. ചാവക്കാട് നിന്ന് 2 ബോട്ടുകളും ഒരു പല്ലക്കും വിശിഷ്ട അതിഥിക്കായി എത്തിച്ചിരുന്നു. അതിഥികളെല്ലാം വീട്ടിൽ നിന്നിറങ്ങിയാൽ തിരികെ എത്തും വരെയുള്ള എല്ലാ ചിലവുകളും തിരുവിതാംകൂർ വഹിക്കണം. കൈമളെ കൂട്ടിക്കൊണ്ടുവരുന്നത് കൂടാര വള്ളത്തിലായിരുന്നു. കൈമളുടെ ജലവാഹനം പോകുമ്പോൾ കായലിൽ മറ്റാരുടെയും വള്ളം മുന്നിലുണ്ടാകുവാൻ പാടില്ലായിരുന്നു. അതിന് മേൽനോട്ടം വഹിക്കുവാനായി ഒരു മോട്ടോർ ബോട്ടിൽ ഒരു തഹസീൽദാർ പൈലറ്റായി മുന്നേ പോകും. കൈമൾ കൊച്ചി രാജ്യത്ത് പ്രവേശിച്ചാൽ ആ വിവരം കൊച്ചി ഗവൺമെൻറ്റിനെ അറിയിക്കണം. കൊച്ചി ജില്ലാ മജിസ്ട്രേറ്റ്, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ സബ് മജിസ്ട്രേറ്റുമാർ, പോലീസ് സൂപ്രണ്ട് എന്നിവർ ചേർന്ന് ക്ഷേത്രത്തിലേക്ക് സ്വീകരിക്കും. ക്ഷേത്രത്തിലെത്തുമ്പോൾ കൊച്ചി നായർ പട്ടാളം അദ്ദേഹത്തിന് കാവലൊരുക്കും. പ്രഭുക്കന്മാരും മറ്റും കീഴ്പതിവ് പോലെ ഇണപ്പുടവ നൽകും. തുടർന്ന് കൈമൾ കുട്ടൻകുളത്തിലും ക്ഷേത്രത്തിനകത്തുള്ള തീർത്ഥത്തിലും കുളിച്ച് തറ്റുടുത്ത് പടിഞ്ഞാറു വശത്തായി കെട്ടിയ ഓലപ്പുരയിൽ ചെന്നിരിക്കും. തന്ത്രി കലശം തിരിച്ച് കൈമളെ അഭിഷേകം ചെയ്യും. കിഴക്കേ നടവഴി വാദ്യഘോഷത്തോടെ ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ച് ചടങ്ങുകളോടെ ചുമതലയേൽക്കുക എന്നതാണ് അതിൻ്റെ ഐതിഹ്യം. കൊല്ലവർഷം 517 ക്ഷേത്രത്തിലെ ഊരായ്മക്കാരും ഓണാട്ടുകര എന്ന കായംകുളം രാജാവുമായി ഉണ്ടാക്കിയ കരാറ് വഴി സമുദായ മേലായ്മ സ്ഥാനവും ശ്രീകോവിൽ പണി തച്ചുടെ കൈമൾ സ്ഥാനവും പ്രാബല്യത്തിൽ വന്നു. കായംകുളം രാജാവിൻ്റെ പ്രസ്തുത അവകാശങ്ങൾ കൊല്ലവർഷം 918 ഉടമ്പടി പ്രകാരം തിരുവിതാംകൂറിൽ നിക്ഷിപ്തമാവുകയും കൊച്ചി രാജാവ് അത് അംഗീകരിക്കുകയും ചെയ്തിരുന്നു.
കേരളത്തിലെ രാജവംശങ്ങൾക്കിടയിലെ സാംസ്കാരികവും ചരിത്രപരവുമായ സവിശേഷതകളുടെ അസ്തിത്വം തേടിയുള്ള യാത്രയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.